വെച്ചാൽ ഞാൻ ഇറങ്ങി വണ്ടി കയറിയതായിരുന്നു. പക്ഷേ നമ്മൾ ഡോറ് ലോക്ക് ചെയ്ത് വന്നിട്ടാണ് കൺഫ്യൂഷൻ. അപ്പം നമുക്ക് എന്തായാലും പോയി ഒന്ന് റീചെക്ക് ചെയ്യാം ഡോറ് ലോക്ക് ചെയ്തോ ഇല്ലേന്ന്. ഇവിടെ സേഫാണ്, ഓക്കെ ആണ്. പക്ഷേ എന്നാലും നമുക്ക് ഒരു സമാധാനത്തിന് വേണ്ടി. പിന്നെ നമ്മൾ താഴത്തെ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ലോക്കാണ് കേട്ടോ. പിന്നെ താഴത്തെ ഫ്ലോറാണ് കേട്ടോ. താഴത്തെ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ പ്രയാസമില്ല. അല്ലെങ്കിൽ സ്റ്റെയറൊക്കെ കയറി മടുക്കും. എടാ ഇരുട്ടായി തുടങ്ങി കേട്ടോ. നമ്മളിപ്പോൾ അടുത്തുള്ളൊരു കടയിലാണ് പോണേ. ഞങ്ങൾ ഏട്ടൻ്റെ സാൻഡ്വിച്ച് കടയിൽ വന്നേക്കാണ്. ഏട്ടൻ്റെ സ്ഥിരം കടയല്ലേ, ഏട്ടനല്ലേ പറഞ്ഞേ. അത് എന്തിട്ടൊക്കെയാ അതിനകത്തുള്ളതെന്ന് പറഞ്ഞു കൊടുത്ത് എന്തൊക്കെയുണ്ടെന്ന്. അതിനകത്ത് ആ സാധനത്തിന് എന്തിട്ടാ പറയണേ? ഇതിന് പരിപ്പുവട പോലത്തെ ഇതിന്. പിന്നെ അതിനെന്തിട്ടാ പറയണേ? അതിനെന്തിട്ടാ പറയണേ? അതിനെന്തിട്ടാ പറയണേ? മനാഫ, കുനാഫ, ആക്ച്വലി എനിക്ക് തോന്നണേ ഏട്ടൻ അറിയില്ല അതിന്റെ എന്താണ് പ്രൊനൗൺസ് ചെയ്യണേന്ന്. എന്തിട്ടാ ശരിക്കും? ഉറപ്പിച്ച ഇനി മാറ്റി പറയില്ലല്ലോ. ഫലാഫില. എന്നിട്ട് ഒരു സാധനം നമ്മുടെ ഈ പരിപ്പുവടയൊക്കെ പോലെ പരിപ്പ് വെച്ചുണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ പരിപ്പുവട ആ ഷേപ്പല്ല, ഉണ്ട ഷേപ്പാണ്. ഇത്രയുള്ള കുഞ്ഞു ഉണ്ട ഷേപ്പാണ്. പക്ഷെ പരിപ്പുവട പോലെയൊക്കെ തോന്നുമൊക്കെ കഴിക്കുമ്പോൾ. ആ സാധനവും മുട്ടയും എന്തോ ഇലകളൊക്കെ വെച്ചിട്ടുള്ള ഒരു റോള് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കിഷ്ടമാണ് ഇവിടുത്തെ ഇങ്ങനെ സിമ്പിൾ ഈ റോളൊക്കെ. എനിക്ക് ഇവിടുത്തെ ഷവർമ്മ റോളുകൾ ഇതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. ഇവിടുത്തെ റിയാൽ എടുക്കണ്ട വേണ്ട. എത്ര റിയാലാ? 1 റിയാൽ കണ്ട. ഒന്ന് അതേ നമ്മൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഏട്ടൻ്റെ ഫനാഫില് അപ്പൊ നമ്മുടെ റോൾ എത്തിയിട്ടുണ്ട്. നേരത്തെ ഏട്ടൻ പറഞ്ഞില്ല എനിക്ക് ഫോൺ വെക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ആംഗിൾ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് കുറച്ചേരം ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ ഈ ഐറ്റത്തിനെയാണ് പറഞ്ഞ ഫലാഫില ആ സംഭവം. ശരിക്കും നമ്മുടെ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. പരിപ്പുവടയായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും പക്ഷേ കഴിക്കുമ്പോൾ നമുക്ക് ഇത്തിരിയെങ്കിലും സാമ്യം തോന്നാൻ പരിപ്പുവടയായിട്ടാണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് വിച്ചുവിന് ഇഷ്ടമാണ്. വിച്ചുവിന് കൊടുക്കാം. വിച്ചുന്നാ ഇത് വിച്ചുവിന്. അപ്പം ഇപ്പം ആൾ കയ്യിൽ ലോലിപോപ്പൊക്കെ ഇരിക്കുന്നുണ്ട്. ആ 2 ആള്
ഇതൊരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ കുറേ ഇഷ്ടം മാതിരി പച്ചക്കറികളും ഫ്രൂട്ട്സും നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറി ഐറ്റംസും സംഭവങ്ങളൊക്കെ ഞാനിവിടെ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ സവാള കുന്നു കൂട്ടിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് നല്ലതും നോക്കി തിരഞ്ഞെടുക്കുകയാണ്. ചീത്തങ്ങാനും എടുത്തുകൊണ്ട് പോയി നമ്മൾ വീട്ടിൽ ചെന്ന് കട്ട് ചെയ്യുമ്പോഴായിരിക്കും പണി കിട്ടണേ. അതുകൊണ്ട് നല്ലത് പതിയെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2000 years later. പേടിക്കണ്ട, കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ടൈം എടുത്ത് തന്നെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഒറ്റണം പോലും നമ്മൾ കേടായതെടുക്കാൻ പാടില്ല. അടുത്തത് ഞാൻ ഉള്ളി പെറുക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. ഇതധികം ബുദ്ധിമുട്ടില്ല കേട്ടോ. കാര്യം എല്ലാം നല്ല ഉള്ളികളാണ്, അങ്ങനെ കേടായിട്ടൊന്നുമില്ല. നല്ല ഫ്രഷ് അടിപൊളി സാധനങ്ങളാണ്. അപ്പോൾ നല്ല സുഖമായിട്ട് വാരി ഞാൻ കിറ്റിലോട്ട് നിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ബിച്ചുവിനൊന്നും കാണുന്നില്ല കേട്ടോ. അവനവിടെ സ്വന്തമായിട്ടൊരു കിറ്റ് എടുത്തിട്ട് അവന് വേണ്ടിയുള്ള ചോക്ലേറ്റ്സ് ആയാലും സ്നാക്ക് ഐറ്റം ആയാലൊക്കെ അവൻ ആ കിറ്റിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അറിയാം എന്തൊക്കെ അവൻ എടുത്ത് കൂട്ടുന്നുണ്ടെന്ന്. അവൻ്റെ അടുത്ത് നിന്ന് ഓരോന്നൊക്കെ പെറുക്കിയിടുന്നുണ്ട് കേട്ടോ കിറ്റിൽ. നമ്മൾ പച്ചക്കറി ഐറ്റംസ് ഒക്കെ എടുത്ത് ഇനി എന്തിട്ടാ വെച്ച് വേണ്ടത്? എന്തിട്ടത്? അതെന്തോ അത് വേണ്ട. നമുക്ക് ചപ്പാത്തി ബ്രെഡ് അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും നോക്കാം. അതെ, ചപ്പാത്തിയാണോ നോക്കട്ടെ. ഇതെന്തിട്ടാ? ഇവിടെ ഫുൾ ന്യൂഡിൽസ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. വെറൈറ്റി ചിക്കൻ ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്. കിട്ടിയ ചപ്പാത്തി ബൺ കണ്ടപ്പോൾ അത് വേണമെന്ന്, ക്രീം ബൺ. അതെന്തായാലും വേണം. മറ്റേ പൊടി, മറ്റേ ആശീർവാദിൻ്റെങ്കിലും ഇതെടുത്തോളൂ, ഓർമ്മ അത് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഇതെടുത്തോ. ചപ്പാത്തി രണ്ടെടുത്തു. ദോശമാവായിട്ടുണ്ട്. പരിപ്പ് പയറ് കടലൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഉപ്പുമാവ് റവപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ പൗഡറും മീറ്റ് മസാലയും. വിച്ചുവിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞാ? ഷോപ്പിംഗ് കഴിഞ്ഞാ? വിച്ചു എല്ലാം ഈ കിറ്റിലാണല്ലോ ഇട്ട് വെച്ചിരുന്നത്. വിച്ചുവിൻ്റെ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാനിവിടെ വെക്കാൻ കേട്ടോ. അതവിടെ കൊടുക്ക്, ബില്ല് ചെയ്ത് തരും. അവിടെ വെച്ചോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച ഐറ്റംസ്. ഇതെല്ലാം ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ വാങ്ങിക്കാൻ പോവാൻ. ഇതാരെ കിടക്കണ നോക്കി. നല്ല ബെസ്റ്റ് ആളാണ്ട. മീൻ കടയ്ക്ക് പൂച്ചക്കുട്ടി കാവൽ. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോണ മീൻകുട്ടൻ ഇവനാണ്. നമ്മൾ ചാളയും അയിലയും വാങ്ങിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് അയിലക്കുട്ടനെ എടുക്കുന്നുണ്ട്, കുറച്ച് ചാളക്കുട്ടനെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അവനെടുത്ത് പറഞ്ഞേ നേരത്തെ ഒരു മീനെ കണ്ട പറയും ഷാർക്കാണെന്ന്, ഷാർക്കിൻ്റെ മീനാണെന്ന്.
കുറേ മീനുണ്ടിട്ട് വെച്ചു. ഇവിടെയൊക്കെ വീഴും, തെന്നിപ്പോവും, ഭയങ്കര വെള്ളമാണ്. അപ്പം ഈ കടയിൽ നിന്നാണ് കേട്ടോ അരി വാങ്ങിക്കുന്നത്. ഇവിടെ നമുക്ക് അരിയും നാട്ടിലെല്ലാ സ്പൈസസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അത് കയറി എന്നോട് തന്നെ അത് ഏതൊക്കെ ചന്ദനത്തിരിയൊക്കെ വെച്ചേക്കുന്നുണ്ടോ. പിന്നെ അതേ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. വിച്ചു ഈ കടയിലൊക്കെ വരുമ്പോൾ തന്നെ ഫസ്റ്റ് പോയിട്ട് ചോക്ലേറ്റ് എടുക്കും കേട്ടോ. അപ്പം അതേ അവനപ്പം തന്നെ കഴിക്കണം. ചോക്ലേറ്റൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതേ ഇവിടെ നിന്ന് കുറച്ച് അരിയും മുളക് പൊടിയും സാധനങ്ങളും വാങ്ങിച്ചതേ ഇറങ്ങി കേട്ടോ. ഏട്ടാ, ഇന്നത്തെ ഡേ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വർക്കൊക്കെ എന്തെങ്കിലും പറയും. എന്നെ വീഡിയോ എടുക്കണ്ടെന്നാ? എന്താ നാണമാണോ? കമന്റ്സ് ഇട്, ലൈക്ക് ഇട്, ഷെയർ ചെയ്തെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഒരു നെഗറ്റീവ് കമന്റ് എങ്കിലും ഒന്ന് ഇട്. കമന്റ് ബോക്സ് ഒക്കെ മാറാല പിടിച്ച് കിടക്കുകയാണ്, ആരും ഇല്ല. പിച്ചുക്കുട്ടൻ അവിടെ ഇരിപ്പായിട്ടാ, അവിടെ ഇരുന്ന് ഭയങ്കര ഫോണൊക്കെ കണ്ട് അതിരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്, പ്രിങ്കിൾസ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം നല്ല പോലെ ഇരുട്ടായി. 8 മണിയായോ? നമ്മൾ എത്ര മണിയായി? നമ്മൾ ഒരു 7 മണി ഒക്കെ ആയപ്പോഴല്ലേ ഇറങ്ങിയത്? 6:45 കഴിഞ്ഞൊരു 7 മണി ആവാറായപ്പോഴാണ് ഇറങ്ങിയത്. പക്ഷെ 8 മണി, 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. ടാക്സിയാണ് കേട്ടോ ഇവിടുത്തെ ടാക്സി, ഗ്രീൻ കളറിലാണ്. പൊടിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവില്ലേ? പക്ഷെ ഇവിടെ എത്ര നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും വേഗം പൊടിയാവും കേട്ടോ. കാര്യം ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്, ചൂടായാലും പൊടിക്കാറ്റൊക്കെയാണ്, പെട്ടെന്ന് ഡസ്റ്റാണ്. നമ്മൾ എത്ര പൊടിച്ച് തുടച്ച് കഴുകിയിട്ടാലും പെട്ടെന്ന് പൊടിയാവും കേട്ടോ. കുറേ ബസ്, നല്ല അടിപൊളി ബസ്സുകൾ കേട്ടോ. എന്താന്ന് കേട്ടോ അത് സംഭവം? മക്ക മദീന പോകുന്നത്. നമ്മുടെ ഇവിടെ കോബാറിന്ന് പോണുണ്ടല്ലേ, അതെല്ലാ സൗദിയിലെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ പോകുന്നുണ്ടാവില്ലേ? ഓ, എല്ലാ വെള്ളിയാഴ്ചയാണ്, ബുധനും വ്യാഴവും. ഓക്കെ ഓക്കെ. വീട്ടിലെത്തി. കുട്ടിനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഷൂരാണ് കേട്ടോ. ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കട്ടെ. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു.